കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എം.എസ്. സ്വാമിനാഥൻ കാർഷിക രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അവയിലെ ഒന്നുപോലും ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അയോധ്യയിൽ വൻ രാമക്ഷേത്രം കെട്ടിയുയർത്തിയാൽ കർഷകരുടെ കണ്ണീരോ വേദനയോ തീരില്ല. സംഘപരിവാർ ക്രിമിനലുകൾ തകർത്ത ബാബറി മസ്ജിദിനുമേൽ കെട്ടിയുയർത്തിയ രാമക്ഷേത്രം, ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ്, കോടികൾ മുടക്കിയുള്ള മോദി ഷോ, ഇത്രയും മതി. രാജ്യത്തെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെല്ലാം കെട്ടടങ്ങുമെന്നാണ് നരേന്ദ്രമോദി കണക്കുകൂട്ടിയത്. പക്ഷേ കർഷകർക്ക് വീണ്ടും തെരുവിലിറങ്ങേണ്ടി വന്നു. മോദി ഭരണത്തിന് കീഴിൽ കർഷകരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. കർഷകർ കാർഷികോൽപ്പന്നങ്ങൾ കാലിത്തീറ്റയാക്കുന്നതും രാജ്യം കണ്ടു. बाकी नाही, मग आमची लईच अवस्था खराब आहे. तांबाट्याची कॅरेट 20 रुपये 30 रुपये झाली जाते. तुम्ही खर्च किती केला? खर्च तांबाट्याला पार तारोबा म्हणलं तर 50-60 हजार रुपये खर्च येतो. मार्केटला सोडायला इडून गाडी भाडं, मेहनत सोडाई, आमची मजुरांना पैसे द्यायला लागतात, कमिशन. तुम्हाला काय प्रॉफिट आहे त्याच्यामध्ये? काय तुम्हाला काहीच प्रॉफिट? आम्हाला त्याच्यात काही प्रॉफिट भेटत नाही. കർഷകരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയാണ് വർഷം തോറും കർഷകർക്ക് 6000 രൂപ വീതം ധനസഹായമായി മോദി സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രതിസന്ധി തീരുകയല്ല, കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. കടക്കെണിയിലകപ്പെട്ട 1 ലക്ഷം കർഷകരാണ് മോദി ഭരണത്തിന് കീഴിൽ ആത്മഹത്യ ചെയ്തത്. കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻവലിക്കണം, മെച്ചപ്പെട്ട മിനിമം താങ്ങുവില ഉറപ്പുവരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളുമായി കർഷകർ സമരം ആരംഭിച്ചു. സമരത്തെ മോദി സർക്കാർ നേരിട്ടതിങ്ങനെ: ഇവർ ഏറ്റവും കൊട്ടിഘോഷിച്ച് പറഞ്ഞത് ഫസൽ ബീമ യോജന നടപ്പിലാക്കുന്നു. പ്രധാനമന്ത്രി ഫസൽ ബീമ 2017 ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റാണ്, മോഡിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ്. പക്ഷേ ആ ഗ്യാരണ്ടിയിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ ആർക്കും തന്നെ ഗുണകരമല്ലാത്ത വിധത്തിൽ ഇത് പൂർണ്ണമായി 57,000 കോടി രൂപയാണ് 2017 ശേഷം, ഈ ഫസൽ ബീമ യോജന വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 6 വർഷത്തിനകത്ത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കുണ്ടായിരിക്കുന്ന ലാഭം. കർഷകർക്ക് വേണ്ടി സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് പ്രീമിയം അടയ്ക്കുന്നത്. ആ പ്രീമിയം പക്ഷേ അത് പ്രകാരം നഷ്ടം വരുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. ആ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് 57,000 കോടിയുടെ ആനുകൂല്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് കോർപ്പറേറ്റുകൾക്ക് ഗുണകരമാവുന്ന ഒരു പദ്ധതിയാണ്. LICയെ പോലെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലെ ഈ ഇൻഷുറൻസും പൊതുമേഖലയിൽ വരണം. അങ്ങനെയാകുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് പോവില്ല, അത് സർക്കാരിൻ്റെ കയ്യിൽ ആ പൈസ നിൽക്കും. മാത്രമല്ല കർഷകർക്ക് LICയിൽ നിന്ന് കിട്ടുന്നത് പോലുള്ള സേവനം കാർഷിക മേഖലയിലെ നഷ്ടം വന്നാൽ അത് മഴ പെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ രോഗം രോഗം കൊണ്ട് വിളനഷ്ടം ഉണ്ടാവുന്നതാവാം, മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ വിളനഷ്ടം വരാം, ഉണക്കുകൊണ്ട് വരാം, അല്ലെങ്കിൽ വരൾച്ച കൊണ്ട് വരാം. എന്തു വന്നാലും അവർക്കതിനുള്ള ഒരു പരിഹാരം ഉണ്ടാവും. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി അന്നത്തെ UPA സർക്കാർ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ കാർഷിക കമ്മീഷനെ നിയോഗിച്ചു. കർഷകർക്ക് മെച്ചപ്പെട്ട മിനിമം വേതനം ലഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന ചെലവും
ചെലവിന്റെ പകുതിയും കൂടിയ തുക മിനിമം താങ്ങുവിലയായി നൽകണം എന്നതായിരുന്നു പ്രധാന ശുപാർശ. ശുപാർശ നടപ്പിലാക്കാൻ UPA സർക്കാർ തയ്യാറായില്ല. അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനവുമായാണ് നരേന്ദ്രമോദി 2014 വോട്ടർമാരെ സമീപിച്ചത്. വർഷം 10 കഴിഞ്ഞു. ഇതുവരെ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല. ഒരു പതിറ്റാണ്ടിനിടയിൽ എഴുതിത്തള്ളിയത് കോർപ്പറേറ്റുകളുടെ 15 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടമാണ്. പക്ഷേ കർഷകർക്ക് മികച്ച മിനിമം താങ്ങുവില നൽകാൻ മോദിയുടെ പക്കൽ പണമില്ല. ഗുജറാത്തിൽ മോഡി ഭരിക്കുന്ന 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഗുജറാത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രിയായി. ഈ ഗുജറാത്തിൽ ഇന്നും ഒരു കർഷക തൊഴിലാളിയുടെ കൂലി 241 രൂപയാണ്. 25 ദിവസം അയാൾക്ക് പണി കിട്ടിയാൽ 6045 രൂപ കിട്ടും. 6045 രൂപയ്ക്ക് അയാൾക്കൊരു കുടുംബം നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. 2 കാർഷിക മേഖലയിൽ 25 ദിവസവും പണി ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ആ പണിയുമില്ല, കൂലിയുമില്ല, ജീവിക്കാനുള്ള വരുമാനവുമില്ല. എന്നാൽ കേരളത്തിൽ 745 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. 850 രൂപയാണ് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ കൂലി. അപ്പോൾ കേരളവും ഗുജറാത്തുമായി യാതൊരു താരതമ്യവുമില്ല. ഈ രാജ്യത്താകെ ഏറ്റവും കുറഞ്ഞ കൂലിയുള്ള സംസ്ഥാനങ്ങൾ 1 ഗുജറാത്തും മധ്യപ്രദേശും, 2 മൂന്നാമത് ഉത്തർപ്രദേശുമാണ്. ഇത് 3 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അയോധ്യയിലെ രാമക്ഷേത്രം വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് BJPക്ക് വോട്ട് നേടാനുള്ള എളുപ്പവഴിയാകാം. പക്ഷേ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ആർക്കും അന്നം നൽകില്ല. അംബാനിമാരും അദാനിമാരും കൂടുതൽ ധനികരാകുമ്പോൾ കർഷകർ ജീവിക്കാനുള്ള സമരവുമായി തെരുവിലിറങ്ങുകയാണ്.